ഹഷ്മി, ഗുഡ് മോർണിംഗ്. ഇന്ന് അവിടെ പ്രത്യേക നിയമസഭാ യോഗം ചേരുകയാണല്ലോ. മന്ത്രിസഭയുടെ ആവശ്യപ്രകാരം ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിളിച്ച പ്രത്യേക നിയമസഭ 10:30 ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അടിയന്തരമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഉറപ്പായും കൃഷ്ണ, ഒരു ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുകയാണ്. നേരത്തെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത യുദ്ധം പ്രഖ്യാപിക്കുന്ന വാർത്ത ഇന്നലെ വന്നിരുന്നു. അതിന്റെ തുടർ നടപടികൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയിലുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഭീകര തീവ്രവാദികളെ അവർക്കെതിരെ അതിശക്തമായ നടപടികൾ നടക്കുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിരപരാധികൾ പെട്ടുപോകരുത്, ഏതെങ്കിലും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കശ്മീരി യുവാക്കൾ പെട്ടുപോകരുത് എന്നൊരു കൺസേൺ കൂടി ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകെ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില കൺസേൺസ് കൂടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കശ്മീരിന്റെ നാടിയായ കശ്മീരിന്റെ ജീവശ്വാസമായ ടൂറിസ്റ്റുകൾ കാശ്മീരിനെ വിട്ടൊഴിഞ്ഞു പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ടൂറിസ്റ്റുകളെ തിരികെ കശ്മീരിലേക്കും പഹൽഗാമിലേക്കും എത്തിക്കാൻ ഏതളവിൽ പോയി നടപടികൾ സ്വീകരിക്കാനുള്ള വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ജമ്മു കാശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതിനുശേഷം പിന്നീട് ബാക്കി പഹൽഗാം, നാട് നടുങ്ങിയ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ തുടർച്ചയിലെടുത്ത നടപടികളെക്കുറിച്ചുള്ള ചർച്ചകളും ആ സമ്മേളനത്തിലുണ്ടാകും. ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പാകിസ്ഥാന് ചൈന നൽകുന്ന പിന്തുണയാണ്. അതിൽ രാജ്യത്തിന് ശക്തമായ വിയോജിപ്പുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണ കുറിപ്പ് കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. പാകിസ്ഥാന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുകയാണ് ചൈന. ഇത്തരത്തിൽ നിഷ്പക്ഷമായ അന്വേഷണത്തെ പാകിസ്ഥാൻ പറയുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇഷാഖ് ദറുമായി നടത്തിയ ചർച്ചയിൽ അവരുടെ വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട്. അതിനോടൊപ്പം വരുന്ന വാർത്ത പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ നൽകാൻ ചൈന തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. PL-15 ദീർഘദൂര മിസൈൽ ഇതിനോടകം ഒരു എക്സ്പ്രസ് ഡെലിവറി ഒരുപക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞു കിട്ടേണ്ട മിസൈലാണ് അത് ചൈനയ്ക്ക്. അത് വളരെ വേഗത്തിൽ പാകിസ്ഥാൻ ഇതിനോടകം ചൈന എത്തിച്ചിരിക്കുന്നു. PL-15 അത് ദീർഘദൂര മിസൈലാണ്. അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ ചൈന ഈ പറയുന്ന സൈനിക സഹകരണം വളരെ ശക്തമാണ്. ചൈന പുറം രാജ്യങ്ങൾക്ക് വിൽക്കുന്ന ഈ പറയുന്ന ആയുധങ്ങൾ 81% വാങ്ങുന്നത് പാകിസ്ഥാനാണ്. അവരുടെ ആർമറിയിലേക്ക്, പാകിസ്ഥാന്റെ ആയുധപ്പുരയിലേക്ക് കൂടുതൽ ആയുധങ്ങൾ ഈ പറയുന്ന എസ്കലേഷൻ സമയത്ത് എത്തിക്കുന്നതിലും രാജ്യത്തെ പ്രതിരോധ വിദഗ്ധർ അതിലുള്ള അതൃപ്തി തുറന്നു പറയുന്നുണ്ട്. എന്തായാലും ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ ഡൽഹി കേന്ദ്രീകരിച്ചും ശ്രീനഗർ കേന്ദ്രീകരിച്ചും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത് പാകിസ്ഥാൻ ചൈന നൽകുന്ന പിന്തുണയാണ്. അത് ഏത് രീതിയിലാണ് രാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ആ വിഷയത്തിൽ ഒരു പ്രതികരണം എന്നുകൂടി ഈ ദിവസത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതികരണങ്ങളിൽ ഒന്നാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ തീവ്രവാദികൾക്കെതിരായ ഭീകരവാദികൾക്കെതിരായ പ്രതിഷേധം തുടരുന്നുണ്ട്, ക്കെതിരായ ആ തെരച്ചിൽ തുടരുന്നുണ്ട്. ജമ്മു കാശ്മീരിലും പഹൽഗാമിലും ഈ ടൂറിസ്റ്റുകൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന തലപുകുഞ്ഞ ആലോചനകൾ പുരോഗമിക്കുന്നു. പഹൽഗാമിലേക്ക് നമ്മൾ ഇന്നലെ അവിടെ പോകുമ്പോൾ ഇന്നലെ ഒരു 10,000-4,000 പേർ വന്നെടുത്ത് 200 പേരാണ്, 200 പേർ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നാട് നടുങ്ങിയ തീവ്രവാദി ആക്രമണത്തിന് 5ാം ദിവസമാണ്. 4 ദിവസമാകുമ്പോഴേക്കും 10-200 പേരെങ്കിലും അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു പോസിറ്റീവ് സൈനായി, ശുഭസൂചനയായി പഹൽഗാം നിവാസികളും ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളും കാണുന്നുണ്ട്. കൂടുതൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ടേക്ക് ഈ ദിവസങ്ങൾ എത്തിച്ചേരും എന്നതാണ് അവരുടെ ശുഭപ്രതീക്ഷ. ഇന്ന് നിർണായകമായ ചില വാർത്തകൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. കൃഷിനെ നമുക്കറിയാം, നമുക്കൊരു മീഡിയ അഡ്വൈസറി ഉണ്ട്. മീഡിയ അഡ്വൈസറി പ്രകാരം നമുക്ക് ഭീകരവാദികൾക്കായി തെരച്ചിൽ നടത്തുന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു പറയാൻ ചില പരിമിതികളുണ്ട്. എങ്കിൽ കൂടിയും ഈ ദിവസം ചില നിർണായകമായ വാർത്തകൾ ശ്രീനഗറിൽ നിന്നും പഹൽഗാമിൽ നിന്നും കുൽഗാം, കൊക്കർനാഗ് മേഖലയിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. കൃഷിന പ്രവിത. ശരി, ഹഷ്മി താജ് ഇബ്രാഹിമാണ് വിശദാംശങ്ങൾ നൽകിയത്. വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിന് ശേഷമാണ് ടൂറിസം അവിടെ പുനരുജ്ജീവിച്ചത്. നമുക്കറിയാവുന്നവരിൽ പലരും തന്നെ കശ്മീരിൽ പോയിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ടൂറിസം വീണ്ടും അവിടെ ജീവൻ പ്രാപിക്കട്ടെ, അവിടുത്തെ ജനങ്ങളുടെ ആ ജീവനോപാധികൾ സജീവമാവട്ടെ. നമ്മെപ്പോലെ സമാധാനമായിട്ടുള്ള ദിവസങ്ങൾ അത് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.